അതുകൊണ്ട് തന്നെ എല്ലാവരും ചൂസ് ചെയ്യുന്ന എല്ലാവരും പൊതുവിൽ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അതാകുമ്പോൾ കുട്ടികൾ മനസ്സിലാവും, അപ്പോൾ അവർ നല്ല കമന്റുകൾ ഇടും. അപ്പോൾ നമുക്ക് പൊതുവിൽ അത് നല്ലതാണ് എന്നാണ് പൊതുവിലുള്ളൊരു വെപ്പ്. അപ്പൊ അത് അങ്ങനെ അല്ല. ഇത് നെഗറ്റീവ് കമന്റ്സ് വരാൻ സാധ്യത ഉള്ളതാണ്. കുട്ടികൾ മനസ്സിലായില്ല എന്ന് കൂട്ടത്തോടെ മാസ് കമന്റ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ റിസ്ക് എടുക്കാം എന്ന് വിചാരിച്ചത്. അതായത് ക്വാളിറ്റി കണ്ടന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ യൂട്യൂബ് ചാനലുകളിൽ പൊതുവെ കുറവാണ്. സീക്വൻസ് ആൻഡ് സീരീസും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ AP GP 10ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്ന ഈ AP GP തന്നെ പിന്നെ പഠിപ്പിച്ച് കുട്ടികളെ പറ്റിച്ച് പോകുന്ന ഒരു പരിപാടിയാണ് പൊതുവിൽ ഓൺലൈനിൽ ഞാൻ അധികം കണ്ടിട്ടുള്ളത്. ഞാൻ ഏതെങ്കിലും സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നതോ അല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകളുടെ ക്രൈറ്റീരിയനെ അല്ല. ഉറപ്പായിട്ടും ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പല എൻട്രൻസ് എക്സാമിനേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ അതിനെപ്പറ്റി അവെയർഡ് ആവുക, പഠിക്കുക. വീക്കായിട്ടുള്ള കണ്ടന്റുകൾ പഠിച്ചിട്ട് അതെന്തോ ക്വാളിറ്റി കണ്ടന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരു മൂഢ സ്വർഗത്തിൽ ജീവിക്കാതിരിക്കുക. പഠിക്കുക എന്ന് പറയുന്നത് എഫേർട്ടുള്ള പണിയാണ്. അത് പാൽപ്പായസം പോലെ എളുപ്പമാക്കി തരാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെയാണ്. അവരെ നിങ്ങൾ സംശയിക്കണം. ഞാൻ പറയുന്നത് ഇത് ഡിഫിക്കൽട്ടാണ്, ജയ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ്. ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ റെഡി ആവണം. എൻ്റെ പ്രശ്നം ഇവിടെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയാണ്. അതിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്.